ആലപ്പുഴ കരിമുളയ്ക്കലിൽ പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായി. മഹാരാഷ്ട്ര ശ്രീ ക്ഷേത്ര സിദ്ധഗിരിമഠം സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാമത് ദിവ്യപ്രഭശ്രീ പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക് സമ്മാനിച്ചു. പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠിച്ചിട്ടുള്ള ആലപ്പുഴ കായംകുളം കരിമുളയ്ക്കൽ സനാതനധർമ്മ ഗുരുകുല ക്ഷേത്രത്തിൽ 16ാമത് പ്രതിഷ്ഠാ മഹോത്സവത്തിനാണ് ബുധനാഴ്ച തുടക്കമായത്. 5 ദിവസങ്ങളിലായാണ് പരിപാടികൾ നടക്കുന്നത്. വെട്ടിക്കോട് നാഗരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന ആധ്യാത്മിക സമ്മേളന വേദിയിലേക്ക് വിശിഷ്ടാതിഥികളെ ഭക്തിനിർഭരമായ ഘോഷയാത്രയോടെയാണ് സ്വീകരിച്ചാനയിച്ചത്. അഷ്ടപതിയോടെ ആരംഭിച്ച ആധ്യാത്മിക സമ്മേളനം മഹാരാഷ്ട്ര ശ്രീ ക്ഷേത്ര സിദ്ധഗിരി മഠം സ്വാമി അദൃശ്യകാട് സിദ്ധേശ്വര മഹാരാജ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിലെ 1500-1600 അടക്കുന്ന വ്യത്യസ്തമായ ജനസമൂഹമുണ്ട്. കരിമുളയ്ക്കലെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുവാനും ക്ഷേത്രദർശനം നടത്തുവാനുമാണ് 1300 വർഷം പഴക്കമുള്ള മഹാരാഷ്ട്രയിലെ കനേരി ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠം 49ാമത് മഠാധിപതിയായ സ്വാമി എത്തിച്ചേർന്നത്. പന്തിരുകുല ആചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കവി വി മധുസൂദൻ നായർക്ക് 2ാമത് ദിവ്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. നന്ദി പ്രസംഗം നടത്തിയ അദ്ദേഹം നാറാണത്ത് ഭ്രാന്തൻ എന്ന പ്രശസ്തമായ കവിതയും ആലപിച്ചു. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീയുമമ്മേ, നിന്റെ മക്കളിൽ ആത്മീയ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്വാമിമാർക്കും മികച്ച പ്രതിഭകളായ വ്യക്തികൾക്കും ചടങ്ങിൽ ആദരവ് നൽകി. സ്വാഗത സംഘം രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ജി മുരളീധരൻ ഉണിത്താൻ, ചെയർമാൻ പി പി ഗോപി, ജനറൽ കൺവീനർ കെ ആർ പവിത്രൻ, മുഖ്യ കോർഡിനേറ്റർ കെ ടി ബാബുലാൽ മണി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി കെ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. വേദിയിൽ പന്തിരുകുല ഭജൻസ്, താരാട്ടുപാട്ട്, ശ്രീരാമചരിതം എന്നിവയും നടന്നു. പ്രതിഷ്ഠാ മഹോത്സവ പരിപാടികൾ ഫെബ്രുവരി 8-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.